കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തില് ബി ജെ പിയുടെ മുന്നേറ്റം വളരെ കൂടുതലായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഗുജറാത്തില് ഈ പറയുന്നത് പോലെ ANPC തെരഞ്ഞെടുപ്പ്, അത് 60 കൊല്ലമായിട്ട് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ആ തരത്തിലുള്ള സംഘം BJP 10-10 സീറ്റും നേടി വിജയിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ചെറിയ കാര്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. കാരണം ഇപ്പം കോൺഗ്രസ് ഉള്ളത് സംസ്ഥാനങ്ങളിൽ BJPക്ക് എതിരിടാൻ കിട്ടുന്ന സംസ്ഥാനം, അല്ലെങ്കിൽ BJPക്ക് ബദലായിട്ട് ഇപ്പോഴും നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത്. തുടർച്ചയായിട്ട് ഭരണം BJPക്ക് വളരെ കാലം കൊണ്ട് ഉണ്ടെങ്കിൽ തന്നെ, അതുപോലെ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ BJPക്ക് ഒരിക്കലും വരാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഇപ്പൊ ഏറ്റവും അവസാനം റേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാനയിൽ കഴിഞ്ഞ ദിവസം MLC തെരഞ്ഞെടുപ്പിനകത്ത് ഇടത്ത് തെരഞ്ഞെടുപ്പാണ് നടന്നത്. 3 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും പറയാനുള്ളത്, കരിംഖാന എന്ന് പറയുന്ന ഒരു മണ്ഡലത്തില് കോൺഗ്രസിന്റെ കുത്തകയാണ്. അവിടോട്ട് കോൺഗ്രസിനപ്പുറം അല്ലെങ്കിൽ BJPക്ക് ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 3 മത്സരം നടക്കുമ്പോൾ ഒരിടത്ത് മാത്രം കോൺഗ്രസ് ജയിക്കും. ഈ പറയുന്ന കരിംനഗർ എന്ന് പറയുന്ന അടുത്ത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പം അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, ഈ തെലുങ്കാനയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ റാവുവിന്റെ നേതൃത്വത്തിൽ 10 കൊല്ലം കൊണ്ട് അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. അതിന് ശേഷം വന്ന കോൺഗ്രസ് മിനിസ്ട്രി എന്ന് പറഞ്ഞത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്. ഈ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. 119 സീറ്റിനകത്ത് 75ഓളം സീറ്റ് ഈ പറയുന്ന കോൺഗ്രസിനുണ്ട്. 119 നിയമസഭാ സീറ്റിൽ 75 സീറ്റ് കോൺഗ്രസിനുണ്ട്. അതിനകത്ത് 8 സീറ്റ് മാത്രമാണ് BJPക്കുള്ളത്. അതിനകത്ത് രേവന്ത് റെഡ്ഡിയും അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ നിൽക്കുന്ന BRDS എന്ന് പറയുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി, അവർ തമ്മിൽ 37 അല്ലെങ്കിൽ 39% കോൺഗ്രസിന് ലഭിക്കുമ്പോൾ 37% വോട്ടിനാണ് അവിടെ പ്രതിപക്ഷ പാർട്ടി നിൽക്കുന്നത്. അതിനകത്ത് BJPക്കുള്ള വോട്ടെന്ന് പറഞ്ഞാൽ 13%. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേന് അത് 33%. അപ്പൊ 33% എന്ന് പറയുമ്പോൾ ഒരു വളരെ വലിയ മുന്നേറ്റമാണ്. അതായത് ഒരിക്കലും BJPക്ക് അവിടെ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ ചന്ദ്രശേഖർ റാവു നിൽക്കുന്ന സമയത്ത് 10 കൊല്ലവും BJP പല ഘട്ടങ്ങളിലും അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ BJPക്ക് എത്തി നോക്കാൻ പറ്റാത്ത ഒരു ഇടമായിരുന്നു. അതിനുശേഷം ചന്ദ്രശേഖർ റാവുവിന്റെ കയ്യിൽ നിന്ന് ഭരണം പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ BJPയായിട്ട് കൂടി മത്സരിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതൽ ശ്രമം നടത്തി. അപ്പൊ BJPക്ക് അതിനകത്തെ അപകടം മണത്തു, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നല്ലത് എന്തായാലും ഒന്നുമില്ല, അവിടെ BJP ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊള്ളട്ടെ എന്നുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ വളരെ കൃത്യമായി താഴെ തട്ടിൽ തൊട്ട് പ്രവർത്തിച്ചു വന്നതിന്റെ ഒരു ഗുണമാണ് 8 സീറ്റ് നിയമസഭയിൽ. അപ്പൊ 8 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സീറ്റാണ്. അതിനകത്തു നിന്നും 2024 വന്നപ്പോഴത്തേന് 13% എന്ന വോട്ടിന്റെ ഏതാണ്ട് 33%ത്തിലേക്ക് വന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഹരിയാന തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ സർവേകൾ നടക്കും. പല ഏജൻസികളും സർവേകൾ നടത്തിയപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പരിശോധിക്കുമ്പോൾ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ കിട്ടുന്ന വോട്ടിന്റെ കണക്ക് ഈ പറയുന്ന തെലുങ്കാനയിൽ ഏതാണ്ട് 42%. അതായത് അടുത്ത പ്രാവശ്യം തെലുങ്കാനയിൽ BJP ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതായത് കോൺഗ്രസിന്റെ കുത്തകയായിട്ട് ഇരിക്കുന്ന പല സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനിയും ഉണ്ടായിട്ടുള്ള തുരുത്തുകളാണ്. കോൺഗ്രസ് ഇപ്പം വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മുടെ കേരളം പറയുമ്പോൾ കേരളത്തിൽ ഇനി അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്പം നിൽക്കുന്നത് പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയാണ്. അപ്പൊ കോൺഗ്രസിന്റെ അപ്രമാദിത്യമുള്ള ഗുജറാത്ത് പോലെയും അല്ലെങ്കിൽ തെലുങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ BJP മാത്രമാകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റുന്ന, ഈസി ആയിട്ട് വരാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ തെക്കേ ഇന്ത്യയിലേക്കും കടന്നു കയറുകയാണ്. അതിനകത്തിപ്പം ഈ BJPക്കകത്ത് ഈ സർവേക്കകത്ത് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇതുവരെ BJP വന്നിട്ടില്ല, അപ്പൊ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ബാലഗോപാൽ ജയിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം ലോക്സഭയിൽ
സുരേഷ് ഗോപി ജയിക്കുന്നു. സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോഴും BJP ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനകത്ത് BJPക്ക് പരിശോധിക്കുമ്പോൾ 20% വോട്ടായി. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ സർവേകളുടെ കൂട്ടത്തിൽ ഇന്ത്യയിലുടനീളം ഈ 2024 ശേഷം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സർവേകൾക്കകത്ത് വന്ന റിപ്പോർട്ട്, ഈ 17% നിന്നും BJP കുതിച്ചു ചാടി ഏതാണ്ട് 2026 അല്ലെങ്കിൽ ഏതാണ്ട് 10% വ്യത്യാസം വരുമെന്ന്. അതായത് BJP കേരളത്തിൽ ഒറ്റ പാർട്ടിയായിട്ട് മാറുന്ന ഒരവസ്ഥ. അത് കേരളത്തിലും BJPക്ക് ബാലി കയറാൻ മലയല്ല, ബാലി കയറാൻ മലയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2024 ഈ പറയുന്ന BJPക്ക് അതിനു മുമ്പത്തെ 2 തവണയും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ ഈ BJPക്ക് മാത്രം ഭൂരിപക്ഷമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രം ഭരിക്കാൻ പറ്റുന്ന കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം BJPക്ക് മാത്രം ഭരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷം 2024 ഉണ്ടായില്ല. BJPക്ക് ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഭരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. പലയിടത്തും പ്രതിപക്ഷ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയ പ്രചരണങ്ങൾ ശരിയാണോ എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. BJPക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഈ പറയുന്ന BJPക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലെങ്കിൽ BJPയുടെ അപ്രമാദത്തിൽ നിന്ന് UP പോലെ സംസ്ഥാനത്തിൽ പോലും ഇപ്പം അവിടുത്തെ അഖിലേഷ് യാദവാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അതിനകത്തൊരു പ്രചരണത്തിനകത്ത് വന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണം, അത് വ്യാജ പ്രചരണം എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ വ്യാജ പ്രചരണം മനുഷ്യന് ബോധ്യമാകുന്ന രീതിയിൽ, വിശ്വസിക്കുന്ന രീതിയിൽ സാധാരണക്കാരിടയിൽ നടത്തിയതിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അതിനുശേഷം ഇത് വ്യാജ പ്രചരണമായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ ജയിപ്പിച്ചാൽ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും കൃത്യമായ ചില തുകകൾ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു സാധാരണക്കാരനെ ലക്ഷക്കണക്കിന് രൂപ മാസ വരുമാനക്കാരനാക്കാമൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും, BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടനയ്ക്കകത്ത് തിരുത്തലുണ്ടാവത്തില്ലെന്നും, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ സംവരണത്തിനകത്ത് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും, അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റാണെന്നും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹരിയാന ഉൾപ്പെടെ ഇവിടുത്തെ ഈ പറയുന്ന സർവേകളൊക്കെ ഹരിയാനയിൽ കോൺഗ്രസിനാണ് വീണ്ടും ഭരണം. തുടർച്ചയായിട്ട് 3-ാം പ്രാവശ്യം BJP. അതുപോലെ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിപക്ഷം ഉണ്ടാക്കിയ ഒരു നേട്ടം കണ്ടപ്പോൾ അവിടെ ഒരിക്കലും BJPയുടെ മന്ത്രിസഭയ്ക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് വെച്ചു. പക്ഷെ അവിടെ BJP വളരെ കൃത്യമായിട്ട് ഘടകകക്ഷികളെയും കൊണ്ട് വളരെ മുന്നേറ്റം, അതായത് പ്രതിപക്ഷം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു മുന്നേറ്റമാണ് അവിടെ നടത്തിയത്. അതിനുശേഷം നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കെജ്രിവാളിന്റെ അഴിമതി ആരോടും, അല്ലെങ്കിൽ അത് അവിടെ അയാൾ നടത്തിയിരുന്ന സ്വജനപക്ഷപാതവും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അപ്പോഴും കെജ്രിവാളിന് 50 കൊല്ലത്തേക്ക് BJPക്കാരൻ ഇവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടെ പ്രചരണവും, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരുടെ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നിടത്താണ് കെജ്രിവാളിനെ ഞെട്ടിച്ചുകൊണ്ട് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന BJP. അപ്പം അതിനകത്ത് റേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആള്, ഈ പറയുന്ന അല്ലെങ്കിൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആള് ഒരു പക്ഷേ പഴയ ABPക്കാരനായിരുന്നു, അല്ലെങ്കിൽ RSSകാരനാണെന്നൊക്കെ ഉള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. അപ്പം അദ്ദേഹം ആണ് അവിടെ ഈ പറയുന്ന BJPയെ ഈ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചത്. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ആ BJP അധികാരത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തുമ്പോഴും അന്ന് തൊട്ടേ ഉള്ള പറച്ചിലെന്ന് പറഞ്ഞാൽ, ഈ റേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയുമായിട്ട് വലിയ അടുപ്പത്തിലുള്ളതാണ്, അല്ലെങ്കിൽ മോദി അത്തരത്തിൽ ബഹുമാനത്തിൽ കാണുന്നതാണ്. ബെഡ ഭായ് എന്നാണ് മോദിയെ വിളിക്കുന്നത്. അപ്പൊ മോദിയുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലുള്ള ആളാണ്. അതുകൊണ്ട് ഏത് കാരണവശാലും നാളെ കാലത്തെ കോൺഗ്രസിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സുകാർ BJPയിലേക്ക് ചാടുന്നത് പോലെ ഈ സംസ്ഥാനത്തും അത്തരത്തിലൊരു നീക്കം നടക്കുവാൻ സാധ്യതയുണ്ടെന്നും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ സിനിമ കാണാൻ പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ കൂടുതൽ ക്രൗഡ് ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾ തിരക്കിനകത്ത് പെട്ട് ആ സ്ത്രീ മരിക്കുന്ന ഒരു സംഭവം, അതിന് കാരണക്കാരൻ അല്ലു അർജുൻ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത്. അപ്പം അത് BJPക്ക് അവിടെ വളരെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചു. കാരണം അത്രയ്ക്ക് സ്വാധീനം ഈ സൂപ്പർ സ്റ്റാറുകൾക്കുള്ള സംസ്ഥാനമാണല്ലോ പല സംസ്ഥാനം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനം. അപ്പം അത് രേവന്ത് റെഡ്ഡി മനഃപൂർവ്വം BJPക്ക് ആ സംസ്ഥാനത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന് അകത്ത് പോലും ചർച്ച ഉണ്ടാവുന്ന ഒരു രീതി. ഏതായാലും ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ഒരു മുന്നേറ്റം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരുന്നു. ഏറ്റവും അവസാനം
കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന 13% മാത്രം വോട്ടുണ്ടായിരുന്ന BJP ആ സംസ്ഥാനത്തിൽ കുതിച്ചുചാട്ടം നടത്തുകയും ഇനി ഭരണത്തിൽ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് 13-ൽ നിന്ന് 44%-ത്തിലേക്ക് വന്ന് ആ സംസ്ഥാനവും BJP പിടിച്ചടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.